മരുന്നടിച്ചതെല്ലാം കരിഞ്ഞു പോയിട്ടോ. ഇത് കട്ട് ചെയ്യാതെ വെച്ചിരിക്കും. ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അത് ഇനി എന്താവുന്ന റിസൾട്ട് അറിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി അത് കരിഞ്ഞു പോയത് വീണ്ടും ഇനി വരുമെന്ന് അറിയാൻ വേണ്ടി വെച്ചിരിക്കുക. മരുന്ന് ഞാൻ അവാൻസർ ഗ്ലോ എന്ന് പറഞ്ഞ മരുന്ന് അടിച്ചിരിക്കുന്നത്. പല മരുന്നും അടിച്ച് നോക്കിയെങ്കിൽ അവാൻസർ ഗ്ലോ ആണ് ഇപ്പോൾ അതിനകത്ത് ഗുണം ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡും നല്ല ഗുണമുണ്ട്. പിന്നെ സൂഡോമോണസ് ബാക്ടീരിയ, ഇത് മൂന്നുമാണ് ഈ അസുഖത്തിന് പ്രതിവിധിയായിട്ട് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എൻ്റെ അസുഖം ഒരുവിധം എല്ലാ പ്ലാന്റിൻ്റെയും പോയി പുതിയ പുതിയ ബ്രാഞ്ചസൊക്കെ വരുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം നല്ല ക്ലിയറാണ്. പുതിയ ബ്രാഞ്ചസിലൊന്നും ഇതിപ്പോൾ ആദ്യമേ ഓൾറെഡി ഒന്നാം ബ്രാഞ്ചസിൽ അങ്ങനെ ഒന്ന് കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് എന്തായാലും ഇനി അത് പുതിയത് വരില്ല. അത് കട്ട് ചെയ്ത് കളയണം. ഇതിവിടെ നിന്ന് അതൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഇപ്പോൾ കഴിയുന്നു. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് ഒന്നും വരുന്നില്ല. സാധാരണ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ പുതിയ ബ്രാഞ്ചസിൽ സാധാരണ ഇത് വരാറ് ഈ അടിവശത്തായിട്ടാണ് വരുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ അടിവശത്ത് കുത്ത് മഞ്ഞക്കുത്തുകൾ കാണാം. അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്, അടിവശത്തു നിന്നാണ്. അപ്പോൾ ഒന്നിനും പുതിയ ബ്രാഞ്ചസിലൊന്നൊരു എല്ലാം നല്ല ഫ്രഷ് ബ്രാഞ്ചസിലൊന്നും ഒരു പ്രശ്നമില്ല. ആ മരുന്ന് നല്ല എഫക്റ്റീവാണത്. ഇപ്പോൾ ഞാൻ അടിച്ച മരുന്നെല്ലാം നല്ല മരുന്നാണ്. ഒരുപാട് പരീക്ഷിച്ച് നോക്കിയിട്ട് ആണ് ഇപ്പോൾ ഈ മരുന്ന് പരീക്ഷണം വിജയിച്ചത്. എല്ലാം നല്ല പ്ലാന്റുകളെല്ലാം പുതുതായിട്ട് ബ്രാഞ്ചസ് വരുന്നതൊക്കെ നല്ല കരുത്തോടുകൂടി വരുന്നുണ്ട്. അതിലൊന്നും ഒരു അസുഖമില്ല. അപ്പോൾ എല്ലാം കൂടിയായിരുന്നു. പിന്നെ സൂഡോമോണസ് അടിക്കുമ്പോൾ മഞ്ഞപ്പ് വളരെയധികം കുറയണമുണ്ട്. സൂര്യപ്രകാശം ഓവറായ്മ വരുന്ന മഞ്ഞപ്പുണ്ടല്ലോ, അതൊക്കെ നല്ലോണം കുറയുന്നുണ്ട് സൂഡോമോണസ് അടിക്കുമ്പോൾ. നല്ല ഗ്രീനിഷ് കിട്ടുന്നുണ്ട് സൂഡോമോണസ് അടിക്കുമ്പോൾ. നല്ല ഗ്രീനിഷ്. ഇതൊക്കെ നല്ല മഞ്ഞപ്പായിരുന്നു കുറയ്ക്കും. ഇതൊക്കെ നല്ല മഞ്ഞപ്പായിരുന്നു. ഇപ്പോൾ നല്ല യെല്ലോയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം യെല്ലോയിഷായിരുന്നു കുറയ്ക്കുന്നത്. ഇതൊക്കെ കണ്ട യെല്ലോയിഷാണ് ഇപ്പോഴും. അത് എല്ലോ കുറഞ്ഞിട്ടുണ്ട്. നല്ല യെല്ലോ ആയിരുന്നു. ഇതിപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട് സൂഡോമോണസ് അടിച്ചപ്പോഴാണത്. സൂഡോമോണസ് അടിക്കുമ്പോൾ ശരിക്കും യെല്ലോ കുറഞ്ഞ് ഗ്രീനിഷ് കിട്ടുന്നുണ്ട്. സൂഡോമോണസ് നല്ല ഒരു മെഡിസിനാണത്. മെഡിസിനുമാണ്, ഗ്രോത്ത് പ്രൊമോട്ടറാണ്. ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. നല്ലോണം വളർച്ച ക്ലോറോഫിൽ നല്ലോണം കിട്ടും. നല്ലതാണ് സൂഡോമോണസ് അടിക്കുന്നത്. സ്പ്രേ ചെയ്ത് കൊടുത്താൽ സൂഡോമോണസ് സ്പ്രേയും ചെയ്താൽ കടയിൽ ഒഴിച്ചു കൊടുക്കുക. സൂഡോമോണസ് ലിക്വിഡായിട്ടും കിട്ടും, പൗഡറായിട്ടും കിട്ടും. ലിക്വിഡാണ് എപ്പോഴും ബെറ്റർ, നല്ലത്. ഇപ്പോൾ ഇതിലൊന്നുമില്ല. ഇതിലൊക്കെ ഉണ്ടായിരുന്നാണ് എല്ലാം പോയി. എല്ലാം കുറവുണ്ട്. ഇനിയിപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കണം. പിന്നെ അത് ഒരു പ്രാവശ്യം കൂടി അടിക്കണം. അതിനകത്ത് പഴയതുള്ളത് കുറച്ച് കട്ട് ചെയ്ത് കളയണം. ഇതൊക്കെ ചിലപ്പോൾ ഇനിയും വീണ്ടും അതിൻ്റെ വരാൻ സാധ്യത. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം കമ്പൊക്കെ സുഖത്താകുമ്പോൾ. അപ്പോൾ ഒരു പരീക്ഷണത്തെ നിർത്തിയിരിക്കണതാണ്. എന്താ സംഭവിക്കാൻ അറിയാൻ വേണ്ടിയിട്ട്. ആ കരിഞ്ഞത് വീണ്ടും ഇനി അത് ഫംഗസ് വരുമെന്ന് അറിയാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ LD5 ആണ്. ഇത് LD5 ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട്. LD5 എല്ലാം ഇപ്പം ഇങ്ങനെ ഫംഗസ് കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മെഡിസിന് നല്ല ഗുണമുണ്ടത്. അതിന് ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കണം. അത് അങ്ങോട്ട് പോയെന്ന് പറയാറായിട്ടില്ല. ഒരു പ്രാവശ്യം കൂടി അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് പോകും. പിന്നെ അപ്പോൾ അതുമ്പോൾ നിൽക്കുന്ന കൊമ്പുകളെ കുറച്ച് കട്ട് ചെയ്ത് കളയാനുണ്ട്. ഇതൊക്കെ പഴയതായി നിൽക്കണമാണ്. കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതൊക്കെ നോക്കാനൊക്കെ കരിഞ്ഞ മാതിരി നിൽക്കുന്നുണ്ട്. ഇതെന്താവെന്ന് അറിയാൻ വേണ്ടി നിർത്തിയിരിക്കണതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ നല്ല ക്ലിയറായി. ഇതൊന്നിപ്പോൾ ഒന്നും കുഴപ്പമില്ല. ഇസ്രായേലി യെല്ലോണം ഇസ്രായേലി യെല്ലോ.
ഇത് എക്വഡോർ പലോറ നന്നായിട്ട് വരുന്നുണ്ട്. എക്വഡോർ പലോറ, ഇസ്രേലിയല്ലോ നന്നായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നും പുതിയ ബ്രാഞ്ചസ് വരുന്നതിനൊന്നും അതില്ല. അല്ലെങ്കിൽ സാധാരണ പുതിയത് വരുമ്പോൾ തന്നെ അതൊന്നും ഈ ഭാഗത്ത് ഇങ്ങനെ കുത്ത് വരും, വെള്ളക്കുത്തും മഞ്ഞക്കുത്തായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പോൾ പുതിയ ബ്രാഞ്ചിനൊന്നും അങ്ങനെ വരുന്നില്ല. ആ മരുന്നടിച്ചതിൻ്റെ ഗുണമുണ്ട് ശരിക്കും. ഇങ്ങനെ ഒരു 1-2 പ്രാവശ്യം കൂടി അടിക്കണം മരുന്ന്. പിന്നെ പഴയതൊക്കെ കട്ട് ചെയ്ത് കളയാൻ വേണം. അതൊക്കെ ഒരു പരീക്ഷയ്ക്ക് നിർത്തിയിരിക്കണം. അത് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയുക. ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇത് തിക്കിങ് എന്ന് പറഞ്ഞ കേട്ടോ, തിക്കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് വേറെ വെറൈറ്റി. ഇത് ഒബിയൻസ് ഡോക്ടർ എന്ന് പറഞ്ഞ വെറൈറ്റി. ഒബിയൻസ് ഡോക്ടർ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ഡാർക്ക് സ്റ്റാറാണ്. ഡാർക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഫ്രൂട്ട് നല്ല ടേസ്റ്റാണ്. ഒരു മുന്തിരിയുടെ ഫ്ലേവറാണ്. സ്വീറ്റ്ലെസ് മുന്തിരിയുടെ ഫ്ലേവറാണ് കിട്ടുക. ഇതാണ് ഭയങ്കര മുള്ളാണ്. പിന്നെ ട്രീസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ട്രീസ ഇതുവരെ ഇതിപ്പോൾ 2ാമത്തെ ഇയറാണ് എൻ്റെ. ഇതുവരെ പൂ വിട്ടിട്ടില്ല. തവണ പൂവിടുന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തവണ നല്ലോണം പൂവുണ്ടായിരുന്നു. ഇപ്പോൾ ഫംഗസ് വന്ന് കുറേ കമ്പുകൾ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇതൊക്കെ ഇനി റെഡിയായി വരണമെന്നും കൂടി. ഇതാണ് ബ്ലാക്ക് ആഫ്രിക്കൻ എന്ന് പറഞ്ഞ വെറൈറ്റി. അതിൻ്റെ തണ്ടുണ്ട്, നല്ല സ്ക്വയർ മാരത്തെ തണ്ടാണ്. ബ്ലാക്ക് ആഫ്രിക്കൻ ഉണ്ട്. 4 സൈഡ് ഉണ്ട് അതിന്. സ്ക്വയർ മാതിരി കിടക്കുന്ന സാധനം ബ്ലാക്ക് ആഫ്രിക്കൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് G2 തോമസ് എന്ന് പറഞ്ഞ പറയുന്നത്. G2 തോമസ് എന്ന് പറഞ്ഞ വെറൈറ്റി. G2 തോമസ്. ഇത് ISIS ഗോൾഡാണ്. ISIS ഗോൾഡ് അതിന് ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് കളഞ്ഞിട്ടില്ല. ആ കൊമ്പുമ്പോൾ നല്ലൊരു ബ്രാഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ. ആ കൊമ്പുമ്പോൾ പുതിയൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. ഇതിങ്ങനെ നിർത്തിയിട്ടുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. കട്ട് ചെയ്ത് കളഞ്ഞത് മൊത്തം പോകും. അതിനത് ഗ്രാഫ്റ്റ് ചെയ്താണ്. അതുകൊണ്ട് അതൊന്ന് ഗ്രാഫ്റ്റ് ചെയ്താണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വരാൻ പാടാം. അപ്പോൾ ഇതിപ്പോൾ കരിഞ്ഞ് പോയിട്ടുണ്ട്. ഇതിവിടെ ഫംഗസ് വരാൻ സാധ്യതയില്ല. ഞാൻ ലിസ എന്നാണ് പറഞ്ഞത്. ഈ ലിസയ്ക്ക് മാത്രമാണ് അസുഖം ഇതുവരെ വരാറുണ്ട്. ബാക്കി എല്ലാ വെറൈറ്റിക്കും വന്നു. ലിസയ്ക്ക് മാത്രമേ അസുഖം വന്നിട്ടില്ല. ലിസന് ഭയങ്കര പ്രതിരോധ ശക്തിയുള്ള വെറൈറ്റിയാണ് ലിസ എന്ന് പറഞ്ഞ വെറൈറ്റി. അതിന് മാത്രം വന്നില്ല. ബാക്കി എല്ലാ വെറൈറ്റിക്കും ഫംഗസ് ബാധിച്ചു. ലിസയ്ക്ക് മാത്രം ബാധിച്ചില്ല. ലിസ നല്ലൊരു വെറൈറ്റിയാണ്. ഇനി ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് ഫംഗസ് ഒന്ന് പോയി. എസൈറ്റ് നന്നായിട്ട് പിടിച്ചു വന്നായിരുന്നു ഇവിടെ. ഇത് ഫംഗസ് ഒന്ന് എസൈറ്റ് പോയി. ഇപ്പോൾ 2ാമത് ഇതിന് ചിലപ്പോൾ ബ്രാഞ്ചസ് വരും. ഇത് റെഡ് ജൈന. ഇത് എസൈറ്റ് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഫംഗസ് വന്നൊക്കെ കുറേ പോയി. ബാക്കി അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പുതിയ ബ്രാഞ്ചസ് വരണം. ഇത് ഉണ്ട്. ഇസ്രേലിയല്ലോ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ഇസ്രേലിയലിൻ്റെ പുതിയ ബ്രാഞ്ചസാണ്. അപ്പോൾ ആ പുതിയ ബ്രാഞ്ചസിലൊന്നും ഫംഗസ് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് പോയി എന്നാണ് വിചാരിക്കുന്നത്. എന്നാലും 2 തവണയും കൂടി അടിച്ചു കൊടുക്കണം. 2 തവണയും കൂടി ഞാനത് അടിക്കും. അവൻ സർക്കിളോ അടിച്ചു കൊടുക്കും. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കും. അവൻ സർക്കിളോ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അത് പോയിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മുടെ നിൽക്കുന്നത്. ഇപ്പോൾ ഹൈവേയാണ്, നാഷണൽ ഹൈവേ പോകണമെന്നുണ്ട്. പുതിയ പാലം വന്നപ്പോൾ ഇതാണ്. അതിൻ്റെ കൊമ്പുകളൊക്കെ കട്ട് ചെയ്ത് ആരണ്ടൊന്നും ഒരു കാണാൻ രസമില്ല. മറ്റേ നിറയെ കൊമ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫംഗസ് എന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ല. ഞാൻ പുതിയതെല്ലാം അത് ശരിയായി വരാണ്ട് കുറച്ച്. ഇത്തവണ ഇനി ഫ്ലവറിങ് എന്താണെന്ന് അറിയില്ല. മാർച്ച് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാണ് മാർച്ചിലാണ് ഫ്ലവർ ഇട്ടത്. ഇനിയിപ്പോൾ
മാർച്ച് ജനുവരി ആയില്ലേ, ഇനിയിപ്പോൾ 2 മാസത്തിനുള്ളിൽ വിവരം അറിയാം. എന്താവില്ലെന്ന് അറിയില്ല. എല്ലാത്തിനും ഇങ്ങനെ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാ പ്ലാന്റിൻ്റെ ഇടയിലും ഞാൻ പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേപോലെ വെള്ളം ഇട്ടിക്കോളും. എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ടാകും പൈപ്പ് ഇട്ട്. മോട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലായിടത്തും ഒരേപോലെ, എല്ലാ പ്ലാന്റും ഒരേപോലെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഓണാക്കിയാൽ ഈ മോട്ടർ. അത് 2 ദിവസം കൂടും 3 ദിവസം കൂടുമ്പോൾ ഓണാക്കുള്ളൂ. എൻ്റെ ആവശ്യമില്ല. എല്ലാ പ്ലാന്റിലും ഇട്ടിട്ടുണ്ട് വെള്ളം നനയ്ക്കാനായിട്ട്.